സാറേ, സാറിന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് വലിയ അത്ഭുതമാണ് സാറേ. അതെന്താ? അല്ല, ഓരോരുത്തര് സ്വന്തമെന്ന് പറയാൻ ഒരു മണ്ണും മഞ്ചാടിയും ഇല്ലാത്തവർ കാണിക്കുന്ന ഷോകള് ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ. സാർ ഇവിടെ നേരെ തിരിച്ചാ. എന്ത് ഷോ കാണിക്കാനുള്ള സൗകര്യങ്ങളുള്ളപ്പോ ഇവിടെ മലയിലും വഴിയിലും ഒക്കെ വന്ന് കിടക്കുന്നു. റോഡുമൊക്കെ കിട്ടുന്നതൊക്കെ വാങ്ങിക്കഴിക്കുന്നു. സമ്മതിക്കണം സാറേ. അതൊക്കെ ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. വലിയ വലിയ സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒരു കാലത്തും എന്നെ മോഹിപ്പിച്ചിട്ടില്ല. എന്റെ അമ്മയോ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന തമ്പി അച്ഛനോ അവരാരും ഒരിക്കലും എന്നെ നിർബന്ധിച്ചിട്ടുമില്ല. അവരെന്നും എന്നെ എന്റെ വഴിക്ക് പോകാൻ അനുവദിച്ചിരുന്നു. സാറിന് കിട്ടുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊന്ന് അടിച്ച് പൊളിച്ചാണ് സാറേ. അതൊക്കെ വെറും തോന്നലാണ് രവി. പെട്ടെന്ന് മടുക്കും. ആഹാ, അതുകൊണ്ടാണോ സാർ അതൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ ഇങ്ങനെ വന്ന് അനാഥനെ പോലെ കഴിയുന്നത്? അല്ല, ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് ചില സ്വപ്നങ്ങളുടെ പേരില്ല. ചില ഹൃദയബന്ധങ്ങൾ എന്നെ ഇവിടെ ബന്ധിക്കുകയാണ്. പൂക്കട നടത്തുന്ന ആ കുട്ടിയുടെ കാര്യമാണോ? രവിക്ക് അവള് വെറും പൂക്കടയിലെ കുട്ടിയാണ്. പക്ഷേ എനിക്കവള് സൗവർണികയാണ്. സൗവർണിക എന്താണെന്ന് രവിക്കറിയാമോ? നമ്മുടെ നദി. അതെ, നദി. തീർത്ഥാടകരായി വരുന്നവരുടെ പാപങ്ങൾ ഏറ്റുവാങ്ങുന്നവൾ. കരിഞ്ഞുണങ്ങുന്ന കരകളിലെ എല്ലാത്തിനും ജീവജാലങ്ങൾക്കും ജീവജലം നൽകുന്നവൾ. അതിലേറെയാണ് നദിയായ സൗവർണിക. അതുപോലെ തന്നെയാണ് പൂക്കട നടത്തുന്ന ആ സൗവർണിക. സാറേ, അതൊരു അടഞ്ഞ അധ്യായമല്ലേ? അമ്മയും മുത്തശ്ശിയൊക്കെ അങ്ങനെ ഒരു ബന്ധം വേണ്ടാന്ന് പറഞ്ഞ് പോയതല്ലേ? അതെ സാറേ, ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. എന്താണ്? പറ. ഈ പറഞ്ഞ സൗവർണികയുടെ അനുജത്തി അഖില സാറിനറിയാലോ? അറിയാം. അവളുടെ കാര്യം ഇന്ദുമതി ചേച്ചി ഒന്ന് സൂചിപ്പിച്ചിരുന്നു. സാറും അവളും തമ്മിലുള്ള വിവാഹത്തിന് സൗവർണികയ്ക്ക് സമ്മതമാണെന്നാ ചേച്ചി പറഞ്ഞത്. സാറൊരു വാക്ക് പറഞ്ഞ ഇപ്പൊ തന്നെ ഞാൻ ശ്രീകലാമ്മയുടെ വിളിച്ച് സംസാരിക്കാം. രവി, നമ്മളിപ്പോ ഒരു പുണ്യസങ്കേതത്തിലാണ് നിൽക്കുന്നത്. അവിടെ ദർഭ ഉപയോഗിക്കാറുണ്ട്. അവിടെ അതിന് പകരം വൈക്കോൽ ഉപയോഗിക്കാൻ നിങ്ങൾ പറയൂ? ഇല്ല. പൂജയ്ക്ക് വെച്ച പുഷ്പം പോലെയാണ് എന്റെ മനസ്സിൽ സൗവർണിക. ഓരോ തവണ അവളെ അടുത്ത് കാണുമ്പോഴും അവളോടുള്ള ഇഷ്ടം ഓരോ പടവായി ഉയർന്നു പോവുകയാണ്. പ്രണയം എനിക്കൊരു പുതിയ അനുഭവമല്ല. പക്ഷേ സൗവർണയുടെ കാര്യത്തിൽ അതെനിക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് രവി നീ സൗവർണയ്ക്ക് പകരം ആരെയും കൊണ്ടുവരരുത്. ആരുടെയും പേരും പറയരുത്. ഞാനിവിടെ ഉണ്ടാവും. സൗവർണികയും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ അമ്മയുടെ തെറ്റിദ്ധാരണകൾ മാറുന്നൊരു ദിവസം വരും. അന്ന് അമ്മ സൗവർണികയെ കൈ നീട്ടി സ്വീകരിക്കും. അതുവരെ സന്ദീപ് കാത്തിരിക്കും.